നമസ്കാരം. അജയ്സ് പ്രസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ടു അജയ്സ് പ്രസ്. ഹിയർ വാട്ട് വി ഡു ഈസ് എക്സ്പ്രസ്. ഇന്ന് കരൾ രോഗങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. മദ്യപാനമാണ് കരൾ രോഗങ്ങളുടെ പ്രധാന കാരണം എന്നാണ് നമ്മൾ കരുതിയിരുന്നത്. നമ്മളിൽ കൂടുതൽ പേരും അങ്ങനെയാണ് കരുതിയിരുന്നത്. എന്നാൽ മദ്യപാനം മാത്രമല്ല കരൾ രോഗങ്ങളുടെ കാരണമെന്ന് ഇപ്പോൾ നമുക്കറിയാം. കരളിൻ്റെ ആരോഗ്യത്തെ സ്വാധീനിക്കുന്ന വേറെയും പല കാരണങ്ങൾ ഉണ്ടെന്ന് നമുക്കിപ്പോൾ അറിയാം. എന്തൊക്കെയാണത്? ശരീരഭാരം, അത് കരളിൻ്റെ ആരോഗ്യത്തെ ബാധിക്കും. അതേപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന ചില മരുന്നുകൾ, അതും കരളിൻ്റെ ആരോഗ്യത്തെ ബാധിക്കും. തീർന്നില്ല, ജനറ്റിക്സ് അല്ലെങ്കിൽ ഒരാളുടെ ജനിതക ഘടന, ഇതൊന്നും പോരാത്തതിന് ചില വൈറൽ ഇൻഫെക്ഷനുകൾ ഒക്കെയും കരൾ രോഗങ്ങൾക്ക് കാരണമാകാം. ട്രിഗർ ചെയ്യുന്ന കാരണം അത് എന്തൊക്കെയായാലും കരൾ രോഗങ്ങളെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഏറ്റവും വലിയ ആശങ്ക എന്താണ് എന്ന് വെച്ചാൽ അതുണ്ടാക്കുന്ന ഒരു സൈലൻറ്റ് പ്രോഗ്രഷനാണ്. നമ്മൾ അറിയാതെ പോകുന്ന ഒരു നിശബ്ദ പുരോഗതിയാണ് അത്. രോഗലക്ഷണങ്ങൾ പ്രകടമാക്കി തുടങ്ങുന്നതിന് വളരെ മുൻപ് തന്നെ നമ്മുടെ രക്തത്തിലെ ഹാനികരമായ വസ്തുക്കളെ ഫിൽട്ടർ ചെയ്യുവാനുള്ള കരളിൻ്റെ ആ ഒരു കഴിവുണ്ടല്ലോ, അത് കുറഞ്ഞിട്ടുണ്ടാകും. ഇതൊരിക്കലും നമ്മൾ അറിയില്ല. അതിനെയാണ് നമ്മൾ സൈലൻ്റ് പ്രോഗ്രഷൻ എന്ന് നേരത്തെ പറഞ്ഞത്. നിങ്ങളുടെ ലിവർ ഡാമേജ്ഡ് ആയി എന്ന് നിങ്ങൾ ഒരിക്കലും അറിയുന്നുണ്ടാവില്ല. സിറോസിസിൻ്റെ ഒരു അഡ്വാൻസ്ഡ് സ്റ്റേജ് എത്തുന്നത് വരെ, അല്ലെങ്കിൽ ഒരു അഡ്വാൻസ്ഡ് രോഗലക്ഷണങ്ങൾ കാണിക്കുന്നത് വരെ. യഥാർത്ഥത്തിൽ ചികിത്സയിലെ ഏറ്റവും വിഷമം പിടിച്ച ഒരു ഘട്ടമായിട്ടാണ് ഡോക്ടർമാർ ഇതിനെ കാണുന്നത്. രോഗികളെ ഭാവിയിൽ കൂടുതൽ കോംപ്ലിക്കേഷൻസ് ഉണ്ടാകാതെ എന്താണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ് കൺവിൻസ് ചെയ്യുന്നത് തന്നെ കുറച്ചൊരു വെല്ലുവിളിയാണ്. ക്രോണിക് ലിവർ ഡിസീസിൻ്റെ ആദ്യ ഘട്ടങ്ങളിൽ യാതൊരു രോഗലക്ഷണവും കാണിച്ചു എന്ന് വരില്ല. എന്നിരുന്നാലും കുറച്ചു പേർക്കെങ്കിലും ക്ഷീണവും തളർച്ചയും അനുഭവപ്പെട്ടേക്കാം. ചിലർക്കൊക്കെ ഉദരത്തിൻ്റെ വലതുഭാഗത്ത് വേദന അനുഭവപ്പെട്ടേക്കാം. കുറച്ചു പേർക്കെങ്കിലും കൂടിയ ബ്രൂയിസിങ്ങും കൂടിയ ചൊറിച്ചിലും അനുഭവപ്പെട്ടേക്കാം. ഇത് രോഗലക്ഷണങ്ങളാണെങ്കിലും മറ്റു പല കാരണങ്ങൾ കൊണ്ടും ഇത് ഉണ്ടായേക്കാം. അതുകൊണ്ട് തന്നെ പലപ്പോഴും രോഗികൾ ഇത് അവഗണിച്ചേക്കാം. വയറിൻ്റെ വലതുഭാഗത്ത് ഒരു വേദന എന്ന് പറഞ്ഞാൽ ഒട്ടനവധി കാരണങ്ങൾ കൊണ്ട് അങ്ങനെയൊന്നും ഉണ്ടായേക്കാം. റുട്ടീൻ ചെക്കപ്പ്, ലാബ് ടെസ്റ്റുകൾ, ഇമേജിംഗ് സ്റ്റഡീസ്, ഇതിലൂടെയെല്ലാമാണ് ഒരാൾ പലപ്പോഴും തനിക്ക് കരൾ രോഗം ബാധിച്ചിരിക്കുന്നു എന്ന് തിരിച്ചറിയുന്നത് തന്നെ. കരൾ രോഗം അഡ്വാൻസ് ചെയ്യുമ്പോൾ രോഗലക്ഷണങ്ങൾ കുറച്ചുകൂടി ക്ലിയർ ആകുകയും ഇനി പറയുന്ന ലക്ഷണങ്ങൾ കണ്ടാൽ അതിൻ്റെ അർത്ഥം രോഗി ഉടനെ തന്നെ വൈദ്യ സഹായം തേടേണ്ടത് ഉണ്ട് എന്നുമാണ്. മഞ്ഞപ്പിത്തം, കണ്ണുകളിലെ മഞ്ഞ നിറം, തൊലിപ്പുറത്തെ മഞ്ഞ നിറം, കരളിൽ നിന്നുമുള്ള ഫ്ലൂയിഡ് പുറത്തോട്ട് വരുന്നത് നിമിത്തം വയറുവേദനയും വയർ വീർക്കലും, ഫ്ലൂയിഡ് റിട്ടൻഷൻ മൂലം കാലുകളിൽ മുട്ടിന് താഴ്ഭാഗങ്ങളിൽ ഉണ്ടാകുന്ന നീർവീക്കം, കടുത്ത നിറത്തിലുള്ള മൂത്രം പോകുക, മലം പെയിൽ കളറിലാകുക, പിന്നീട് കടുത്ത തളർച്ചയും ക്ഷീണവും, അതും ഇതിൻ്റെ ഒരു ഭാഗമാണ്. ഓക്കാനവും ഛർദിയും ഉണ്ടാകുക. നല്ല ആരോഗ്യമുള്ള പ്രായം ചെന്നവരിൽ കരൾ രോഗത്തിനുള്ള സാധ്യത താരതമ്യേന കുറവാണ്. പക്ഷേ പ്രായം ഒരു ഘടകം തന്നെയാണ്. പ്രായമുള്ളവരിൽ രോഗമുണ്ടായാൽ അതിൻ്റെ കാഠിന്യം കൂടുവാനും റിക്കവറി കുറച്ച് ബുദ്ധിമുട്ടാകുകയും ചെയ്യാറുണ്ട്. ചെറുപ്പക്കാരിൽ ചികിത്സ ഫലപ്രദമാകുന്നത് പോലെ പ്രായമായവരിൽ ചികിത്സ ഫലപ്രദമാകണം എന്ന് ഇല്ല. കരൾ രോഗത്തിൻ്റെ 5 കാരണങ്ങൾ എന്തൊക്കെയാണ്? കരൾ രോഗവും വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ എപ്പോഴും നല്ലത് അത് വരാതെ സൂക്ഷിക്കുന്നത് തന്നെയാണ്. ഇനി പറയുന്നവയാണ് കരൾ രോഗങ്ങളുടെ സാധാരണവും എന്നാൽ അത്ര അസാധാരണവുമല്ലാത്ത കാരണങ്ങൾ. ഒന്നാമത്തെ കാരണം മദ്യപാനം തന്നെയാണ്. നമുക്കറിയാം, ആൽക്കഹോൾ കരളിനെ സംബന്ധിച്ചിടത്തോളം ഹിതകരമല്ലാത്ത ഒരു വസ്തു തന്നെയാണ് എന്ന്. മദ്യം കഴിക്കാത്തവർ വളരെ കുറവാണ്, പ്രത്യേകിച്ചും നമ്മുടെ നാട്ടിൽ. ഓരോ ഉത്സവാഘോഷവും കഴിയുമ്പോഴും മലയാളി കുടിച്ചു കളഞ്ഞ മദ്യത്തിൻ്റെ കണക്ക് മാധ്യമങ്ങളിൽ വരുമ്പോൾ ഓരോ തവണയും അത് കൂടിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ ചോദ്യം ഇതാണ്, ഹൗ മച്ച് ഈസ് ടു മച്ച്? ചിലരെങ്കിലും, പ്രത്യേകിച്ച് ഡോക്ടർമാർ, ഒരാൾക്ക് ഒരാഴ്ചയിൽ കുടിക്കാവുന്ന മദ്യത്തിൻ്റെ അളവ് പറയാറുണ്ട്. പക്ഷേ അതും ശരിയല്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. കാരണം ഓരോരുത്തരുടെയും ശരീരഘടന തന്നെ വ്യത്യസ്തമായാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ജനറലൈസ് ചെയ്ത് പറയുക അത്ര എളുപ്പമല്ല. ലിവറിന് മെറ്റബലൈസ് ചെയ്യുവാൻ കഴിയുന്നതിലധികം മദ്യം ഉള്ളിൽ ചെന്നാൽ എക്സസ് മദ്യം ഫാറ്റായി മാറ്റി സ്റ്റോർ ചെയ്യുന്നു. ഇതിനെ സ്റ്റീയറ്റോസിസ് എന്നാണ് പറയുന്നത്. ഈ ഫാറ്റ് ലിവറിൻ്റെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുകയും അത് സെൽ ഡെത്തിന് കാരണമാകുകയും ചെയ്യും. ഇവിടെ നല്ല വാർത്ത എന്താണ് എന്ന് വെച്ചാൽ മദ്യപാനം കുറയ്ക്കുമ്പോൾ ഫൈബ്രോസിസിൻ്റെ പ്രോഗ്രഷനെ അത് കുറയ്ക്കുകയും ഒപ്പം ലിവർ ഫംഗ്ഷൻ അത് മെച്ചപ്പെടുത്തുകയും ചെയ്യും.
പക്ഷേ ലിവർ ഡിസീസ് പലപ്പോഴും ലിവർ ട്രാൻസ്പ്ലാന്റ് എന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരുകയാണ് പതിവ്. കാരണം പലരും മദ്യപാനം നിർത്താൻ തയ്യാറാകുന്നില്ല എന്നതാണ് കാരണം. മദ്യപാനമാണ് ഒന്നാമത്തെ റിസ്ക് എങ്കിൽ രണ്ടാമത്തെ റിസ്ക് ശരീരഭാരമാണ്. ഒബീസിറ്റി, ഹൈ ബ്ലഡ് പ്രഷർ, ഹൈ കൊളസ്ട്രോൾ, ഡയബറ്റിസ് എല്ലാം മെറ്റബോളിക് സിൻഡ്രോമിൻ്റെ പൊതു ഫീച്ചേഴ്സ് ആണെങ്കിലും ഇതെല്ലാം ഫാറ്റി ലിവർ ഡിസീസിൻ്റെ മേജർ റിസ്ക് ഫാക്ടറുകൾ തന്നെയാണ്. ലിവറിൻ്റെ ഇൻഫ്ലമേഷൻ NASH അഥവാ നോൺ ആൽക്കഹോളിക് സ്റ്റീയറ്റോ ഹെപ്പറ്റൈറ്റിസ് എന്നൊരു ലിവർ സെല്ലുകളെ കൊല്ലുന്ന കണ്ടീഷനിലേക്ക് നയിച്ചേക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞ ഒബീസിറ്റി, ഹൈ ബ്ലഡ് പ്രഷർ, ഹൈ കൊളസ്ട്രോൾ, ഡയബറ്റിസ് കൂടാതെ ലിവർ ഫെയിലർ ഇതെല്ലാം നമ്മളോട് പറയുന്നത് കൂടുതലായുള്ള ശരീരഭാരം കുറയ്ക്കണം എന്ന് തന്നെയാണ്. മാത്രമല്ല ഡയബറ്റിസ്, ഹൈ കൊളസ്ട്രോൾ, ഹൈ ബ്ലഡ് പ്രഷർ എല്ലാം നിയന്ത്രണ വിധേയമായിരിക്കണം എന്നുകൂടിയാണ്. മൂന്നാമത്തെ റിസ്ക് മരുന്നും സപ്ലിമെൻറ്റുകളുമാണ്. ചില മരുന്നുകൾ അതിൻ്റെ ഡോസേജും അതിൻ്റെ മറ്റു ചില ഘടകങ്ങളെയും അടിസ്ഥാനപ്പെടുത്തി പറയുകയാണെങ്കിൽ കരളിന് ഡാമേജ് വരുത്തിയേക്കാം. ഉദാഹരണത്തിന് അസറ്റമിനോഫെൻ അല്ലെങ്കിൽ ടൈലിനോളിൻ്റെ കൂടിയ ഉപയോഗം ലിവറിന് ഡാമേജ് വരുത്തും. അതേപോലെ തന്നെ വേദന സംഹാരികൾ ഒരു ദിവസം 4000 മില്ലിഗ്രാമിൽ കൂടുതൽ എടുത്താലും അത് പ്രശ്നങ്ങൾക്ക് വഴിവെച്ചേക്കാം. കരൾ രോഗങ്ങളുള്ളവർ 2000 മില്ലിഗ്രാമിൽ കൂടുതൽ കഴിക്കുവാനും പാടില്ല. അസറ്റാമിനോഫൻ കൂടുതൽ കഴിക്കുന്നവർ മദ്യപാനം തീർത്തും ഒഴിവാക്കിയില്ലെങ്കിൽ അത് കരളിൻ്റെ ഭാരം വർദ്ധിപ്പിച്ചേക്കാം. ഇനി മറ്റു ചില വേദന സംഹാരികൾ ഇബ്യൂപ്രൂഫൻ, നാപ്രോക്സൻ ഇതുപോലെയുള്ള NSAIDകൾ ഇതും കരളിൻ്റെ ആരോഗ്യത്തിന് നല്ലതല്ല. കരളിൻ്റെ ഡാമേജിന് ആൻറ്റിബയോട്ടിക്കുകളും നല്ലൊരു പങ്ക് വഹിക്കുന്നുണ്ട്. അമോക്സിലിനും ക്ലാവുലിനേറ്റും ചേർന്നിട്ടുള്ള സൈനസിനും യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷനും മറ്റും ഉപയോഗിക്കുന്ന ഓക്മെൻറ്റിൻ പോലെയുള്ള ആൻറ്റിബയോട്ടിക്കുകൾ കരളിൻ്റെ പ്രവർത്തനത്തെ തകരാറിലാക്കും എന്നാണ് നമ്മൾ അറിയുന്നത്. എന്തിന് നമ്മൾ പനിക്ക് കഴിക്കുന്ന പാരസൈറ്റമോൾ പോലും അധികമായാൽ കരളിന് കേടുവരുത്തും എന്ന് ഓർമ്മിക്കുക. ബോഡി ബിൽഡിങ്ങിനും അതുപോലെ വെയിറ്റ് ലോസിനും മറ്റും ഉപയോഗിക്കുന്ന ചില സപ്ലിമെൻറ്റുകളും ലിവറിൻ്റെ പ്രവർത്തനത്തെ തകരാറിലാക്കിയേക്കാം. പ്രത്യേകിച്ചും ഗ്രീൻ ടീ എക്സ്ട്രാക്റ്റും ഇനോലിക് ആസിഡും അതുപോലെ ആൻഡ്രോജനിക് അനബോലിക് സ്റ്റീറോയിഡ്സും അടങ്ങിയിട്ടുള്ള സപ്ലിമെൻറ്റുകളും. നമുക്ക് അത്യാവശ്യമുള്ള വിറ്റമിൻ എയും നിയാസിനും എല്ലാം കൂടിയ അളവിൽ കഴിച്ചാൽ ലിവർ ഡാമേജ് ഉണ്ടാക്കിയേക്കാം. നാലാമത്തെ കാരണം വൈറൽ ഇൻഫെക്ഷനുകളാണ്. ഹെപ്പറ്റൈറ്റിസ് ബിയും സിയും ലിവർ ഡാമേജ് ഉണ്ടാക്കാം. ലിവർ ക്യാൻസറിന് വരെ ഇത് കാരണമായേക്കാം. ഹെപ്പറ്റൈറ്റിസ് എ ആണെങ്കിൽ വലിയ അപകടമൊന്നും വരുത്താതെ അതങ്ങ് പോകും. എങ്കിൽ ബിയും സിയും പലപ്പോഴും അവരുടെ സാന്നിധ്യം പോലും അറിയിക്കാതെ നമ്മളിൽ അങ്ങനെ കുടിയേറി എന്നും വരാം. ഹെപ്പറ്റൈറ്റിസ് ബി അത് ഇൻഫെക്റ്റ് ചെയ്തവരുടെ ബ്ലഡ്, സീമൻ, മറ്റ് ബോഡി ഫ്ലൂയിഡ്സ് ഇതിലൂടെ എല്ലാം പകരുമ്പോൾ അവരുപയോഗിച്ച നീഡിൽ, റേസർ ഇതിലൂടെയും പകരുന്നു. ഹെപ്പറ്റൈറ്റിസ് സിയും ഏതാണ്ട് ഇതുപോലെ തന്നെയാണ്. ഹെപ്പറ്റൈറ്റിസ് സി ഉള്ള ഒരാളുടെ രക്തം സ്വീകരിക്കുമ്പോഴോ മയക്കുമരുന്ന് ഉപയോഗിക്കുമ്പോഴോ ഒക്കെ ഇത് പകർന്നു കിട്ടാൻ സാധ്യതയുണ്ട്. അഞ്ചാമത്തെ കാരണമെന്ന് പറയുന്നത് ജനിതക കാരണങ്ങളോ അല്ലെങ്കിൽ ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷൻസോ ആണ്. ഹീമോക്രോമറ്റോസിസ് അതേപോലെ വിൽസൺ ഡിസീസ് ഇങ്ങനെ പേരായ ജനറ്റിക് കണ്ടീഷൻസ് ലിവർ ഡിസീസിന് കാരണമായേക്കാം. ഈ ഒരു കണ്ടീഷനിൽ കൂടിയ അളവിൽ ലോഹാംശങ്ങൾ കരളിൽ കയറിപ്പറ്റി അത് സിറോസിസിനും ഓർഗൻ ടോക്സിസിറ്റിക്കും കാരണം ആയേക്കാം. ഇതുകൂടാതെ ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷനും ജനറ്റിക്സും ലിവർ ഡിസീസിൽ നല്ലൊരു പങ്ക് വഹിക്കുന്നുണ്ട്. ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസിൻ്റെ കാരണങ്ങൾ ഇപ്പോഴും കൃത്യമായിട്ട് അറിവായിട്ടില്ല. എങ്കിലും ഇൻഫെക്ഷനും മെഡിക്കേഷനും അതേപോലെ രാസപദാർത്ഥങ്ങളോടുള്ള എക്സ്പോഷറും ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷനെ ഒരുപക്ഷെ ട്രിഗർ ചെയ്തേക്കാം. ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷൻ്റെ പ്രധാന കാരണം ജനറ്റിക്സ് തന്നെ ആണെങ്കിലും അതിന് ഒരു സ്പെസിഫിക് റോൾ ഇപ്പോഴും കണ്ടെത്തിയിട്ടില്ല. ദീർഘനാളത്തെ മെഡിക്കേഷനും ഒരുപക്ഷെ ജീവിതകാലം മുഴുവനും ആവശ്യമുള്ള ഒരു ട്രീറ്റ്മെൻറ്റുമാണ് ഇതിൻ്റേത്. എപ്പോഴാണ് ഒരാൾ ഡോക്ടറെ കാണേണ്ടത്? ലിവറിൻ്റെ ഈ ഒരു നിശബ്ദ സ്വഭാവം പരിഗണിച്ച് റുട്ടീൻ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റുകളിൽ എന്തെങ്കിലും അബ്നോർമാലിറ്റി ഫീൽ ചെയ്താൽ ഉടനെ തന്നെ ഒരു ഡോക്ടറെ കാണുക. അതുകൊണ്ട് ലിവർ ഫംഗ്ഷൻ ടെസ്റ്റുകൾ സാധാരണ ചെക്കപ്പിൻ്റെ ഭാഗമാക്കുക. ട്രീറ്റ്മെൻറ്റ് രോഗാവസ്ഥയെയും അതിൻ്റെ കാരണത്തെയും ആശ്രയിച്ച് പല രീതിയിലാകും. എന്നാലും ലിവർ ട്രാൻസ്പ്ലാന്റ് ആണ് കണ്ടുവരുന്ന ലാസ്റ്റ് റിസോർട്ട്. മദ്യപാനം നിർത്തുക, ഇൻഫ്ലമേറ്ററി മെഡിക്കേഷൻസ് നിർത്തുക, വൈറൽ ഹെപ്പറ്റൈറ്റിസിലൊക്കെ വൈറസിനെ പ്രതിരോധിക്കുവാനുള്ള മരുന്നുകൾ കൊടുക്കുക. ഇതെല്ലാം ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമാണ്. ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷൻ അല്ലെങ്കിൽ ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷനിൽ ഇമ്മ്യൂൺ സിസ്റ്റത്തെ സപ്രസ് ചെയ്യുന്ന മെഡിക്കേഷനും ആവശ്യമാകും. ജനറ്റിക് കണ്ടീഷനിൽ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷനുകൾ കുറവാണ് താനും. അമിതഭാരം കൊണ്ടുണ്ടാകുന്ന ലിവർ തകരാറുകൾക്ക് ഡയറ്റും വ്യായാമവും നല്ലൊരു ഓപ്ഷനാണ്. മിസോറി സ്കൂൾ ഓഫ് മെഡിസിനിൽ അമിതമായ കൊഴുപ്പ് കൊണ്ട് ഫാറ്റി ലിവർ ഡിസീസ് ഉണ്ടായ 24 പേരെ 2 ഗ്രൂപ്പുകളാക്കി തരം തിരിച്ചു.
പകുതി പേർക്ക് ഇൻറ്റൻസീവായ ഭക്ഷണക്രമവും വ്യായാമവും ഏർപ്പെടുത്തി. മറ്റേ പകുതിക്ക് സാധാരണയുള്ള ചികിത്സാ പദ്ധതിയും നടപ്പാക്കി. 10 മാസം കഴിഞ്ഞ് നോക്കുമ്പോൾ ഡയറ്റും വ്യായാമവും ഏർപ്പെടുത്തിയ പകുതി ഗ്രൂപ്പിൻ്റെ ലിവർ ഹെൽത്തിൽ സിഗ്നിഫിക്കൻ്റായ മാറ്റങ്ങൾ മറ്റു ഗ്രൂപ്പിനെ അപേക്ഷിച്ച് കണ്ടെത്താനായി. അതുകൊണ്ട് ഡയറ്റും വ്യായാമവും കരളിൻ്റെ ആരോഗ്യത്തിൽ വലിയ ഒരു പങ്ക് വഹിക്കുന്നു എന്ന കാര്യത്തിൽ ആർക്കും തർക്കമുണ്ടാകാൻ ഇടയില്ല. ഒരു പ്രോവർബ് പറഞ്ഞ് അവസാനിപ്പിക്കാം. ഈസ് ലൈഫ് വർത്ത് ലിവിങ്, ഇറ്റ് ഓൾ ഡിപ്പെൻഡ്സ് ഓൺ ദ ലിവർ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇത് മറ്റുള്ളവർ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.